നാളെ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഇടതുകോട്ടയായ മലബാറിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് CPM. കഴിഞ്ഞ തവണത്തെ ജനവിധി ആവർത്തിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ UDF പ്രവർത്തിക്കുമ്പോൾ മോദി ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം വഴി നില കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന കണക്കുകൂട്ടലിലാണ് BJP. CPM-നെ സംബന്ധിച്ചിടത്തോളം വടക്കൻ മണ്ണിൽ അഭിമാന പോരാട്ടമാണ് ഇത്തവണ. ഇടതുകോട്ടയായ കാസർഗോഡും കണ്ണൂരും വടകരയും കോഴിക്കോടും തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാവും. കഴിഞ്ഞ തവണ മലബാറിലെ 7 മണ്ഡലങ്ങളിൽ ഒരിടത്ത് പോലും ജയിക്കാൻ കഴിയാത്തിടത്ത് ഇത്തവണ പാർട്ടി അത്ഭുതം സൃഷ്ടിക്കും എന്ന വിലയിരുത്തലാണ് CPM നേതൃത്വം. 2019-നേക്കാൾ വോട്ടിംഗ് ശതമാനം ഉയർന്നാൽ അത് ഇടതുമുന്നണിക്ക് അനുകൂലമാവുമെന്നും ഇടത് ക്യാമ്പ് വിശ്വസിക്കുന്നു. 2019-ൽ കാസർഗോഡ് 80.65%, കണ്ണൂരിൽ 83.21%, വടകരയിൽ 82.67%, കോഴിക്കോട് 81.65%, മലപ്പുറം, പൊന്നാനി എന്നീ മണ്ഡലങ്ങളിൽ യഥാക്രമം 75.49%, 74.98%, വയനാട്ടിൽ 80.33% പോളിംഗ്. എന്നാൽ യുവാക്കളിലും സ്ത്രീകളിലും പ്രതീക്ഷയർപ്പിക്കുന്ന UDF കേന്ദ്രം 2019 ആവർത്തിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. വടകരയിൽ KK ശൈലജയ്ക്കെതിരെ പ്രചരണഘട്ടങ്ങളിൽ ഷാഫി പറമ്പിൽ നടത്തിയ മുന്നേറ്റം എല്ലാ മണ്ഡലങ്ങളിലും പ്രതിഫലിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത്. കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താനും കണ്ണൂരിൽ KPCC അധ്യക്ഷൻ കൂടിയായ K സുധാകരനും കോഴിക്കോട് MK രാഘവനും നില മെച്ചപ്പെടുത്താനാവുമോ എന്നതാണ് അറിയേണ്ടത്. രാഹുൽ ഗാന്ധി തരംഗം കഴിഞ്ഞ തവണത്തേതുപോലെ വയനാട്ടിൽ ആഞ്ഞടിച്ചാൽ അത് സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും പ്രതിഫലിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത്. എന്നാൽ മുസ്ലിം ലീഗിന് ഭൂരിപക്ഷമുള്ള മലപ്പുറത്തും പൊന്നാനിയിലും സമസ്തയിലെ പിണക്കം തിരിച്ചടിയാവുമോ എന്ന ഉൾഭയത്തിലാണ് ലീഗ് നേതൃത്വം. 2019-ൽ മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടിക്കും പൊന്നാനിയിൽ ET മുഹമ്മദ് ബഷീറിനും ലഭിച്ച ഭൂരിപക്ഷം ഇത്തവണ ഉയർത്താനായില്ലെങ്കിൽ അത് ലീഗ് സമസ്ത ബന്ധത്തിന് ഉലച്ചിൽ തട്ടിക്കും എന്ന കാര്യം ഉറപ്പാണ്. മുസ്ലിം ന്യൂനപക്ഷത്തിന് സ്വാധീനമുള്ള മലബാർ മേഖലയിൽ പൗരത്വ ഭേദഗതി നിയമം വലിയ പ്രചരണമാക്കി വോട്ട് പിടിക്കാനുള്ള തന്ത്രമാണ് CPM-ഉം കോൺഗ്രസും ഒരുപോലെ ശ്രമിച്ചത്. വയനാട്ടിലും കണ്ണൂർ, കാസർഗോഡ്, മലയോര മേഖലയിലും മനുഷ്യ വന്യജീവി സംഘർഷം വലിയ വിഷയമായിരുന്നു. വനാതിർത്തിയിലുള്ളവരുടെയും കർഷകരുടെയും വോട്ട് ഇത്തവണ ആർക്ക് അനുകൂലമാവുമെന്നതും അറിയേണ്ടതുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും നേരിട്ട് മത്സരത്തിനിറങ്ങിയ BJP ആകട്ടെ മോദി തരംഗത്തിൽ മാത്രമാണ് ശ്രദ്ധയൂന്നിയത്. അത് നിഷ്പക്ഷ വോട്ടർമാരെ സ്വാധീനിക്കുമെന്നും ഫലത്തിലത് വോട്ടിംഗ് ശതമാനത്തിൽ ഉയർച്ച കൊണ്ടുവരുമെന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് BJP നേതൃത്വം. ഏതാണ്ട് 2 ലക്ഷത്തിലേറെ വോട്ടുള്ള SDP-യുടെ പിന്തുണയും മലബാറിൽ നിർണായകമാവും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ശ്യാം K വാര്യർ, അമൃത ന്യൂസ്, കോഴിക്കോട്.